നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ ഇനി അമ്മയെ കാണാൻ ഇവിടെ വന്നാ മതിയല്ലോ. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും മോനെ. അതുമല്ല, ജോലി ചെയ്യുന്നവരെ അന്വേഷിച്ച് ആരും വരുന്നത് മാനേജ്മെന്റിന് ഇഷ്ടമല്ല. അത് മാത്രമല്ല, നീ വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടേ വരാവൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കലാപരിപാടികൾ ആരംഭിക്കുന്നു. ദയവായി എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കുക. ടീച്ചറെ, മോനൊരുക്കിയിരിക്കുന്നത് ഗംഭീരായിട്ടുണ്ട്. കണ്ട കൈയെടുത്ത് തൊഴാൻ തോന്നും. അസല കൃഷ്ണൻ തന്നെ. ആദി, നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ശരി ശരി. അച്ഛൻ കാര്യം പറട്ടെ. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ മേക്കപ്പിലല്ല പെർഫോമൻസ്. അവനെ കണ്ടോ ആദ്യേ? ഇവനായിരിക്കും എല്ലാവരുടെയും മുമ്പിൽ സ്റ്റാർ. ഇവനൊരു പണി കൊടുക്കണം. സുജാത എപ്പോഴാ പോകുന്നേ? ഇപ്പൊ ഇറങ്ങണം. മോന്റെ പ്രോഗ്രാം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വരാം. എന്തായാലും സുജാതയുടെ കാര്യത്തിന് വാർഡൻ ഇപ്പൊ ഇത്തിരി താല്പര്യമൊക്കെ ഉണ്ട്. എപ്പോ വേണമെങ്കിലും സുജാതയ്ക്ക് വരികയും പോവുകയും ചെയ്യാം. അയ്യോ, അങ്ങനൊന്നുമില്ല. ഇറങ്ങുമ്പോ മോൻ പറഞ്ഞിരുന്നു പ്രോഗ്രാം കാണാൻ ചെല്ല. അതുകൊണ്ടാ പോകുന്നത്. സുജാത പോയിട്ട് പതുക്കെ വന്ന മതിന്നേ. ഈ നേരം കൊണ്ട് ഒരു ദിവസം ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്തു നിർത്തിയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ജോലിയിൽ ആത്മാർത്ഥത കണ്ടുപിടിക്കണമെങ്കിൽ സുജാത ചേച്ചിയെ തന്നെ കണ്ടുപിടിക്കണം. സ്വന്തം സ്ഥാപനമാണെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ അധ്വാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ശമ്പളം തരുന്ന സ്ഥാപനമല്ലേ എന്ന് പറഞ്ഞാ നമ്മൾ അന്നം കഴിക്കുന്നതിന്റെ കാരണക്കാർ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാണേണ്ടത്. അതെ അതെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി ചേച്ചി. ചേച്ചി ഒന്ന് നിന്നേ. എന്താ? ചേച്ചി ആ മുടിയൊക്കെ ഒന്ന് ചെയ്യി വെച്ചേ. അതൊന്നും വേണ്ട മോളെ, ഞാൻ ചെയ്തുതരാം. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിൽ സുജാത സുന്ദരിയല്ലേ? ശരി മോളെ, പോയിട്ട് വരാം. ശരി. പേഴ്സ് എടുത്തില്ല. മല്ലികേച്ചി, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ആ ശരി. ഒന്ന് നോക്കിക്കോണേ. ആ ചേച്ചി കഴിക്കാൻ പോവാ. ആ കഴിക്കാം. വാ വാ, കഴിച്ചിട്ട് ബാക്കി നോക്കാം. വേഗം വാ. ഒന്ന് പോവാക്കെ.
ചേച്ചി ഈ വാർഡന്റെ റൂം ഏതാ? അതെ അവിടെ. ആ ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ആ വരൂ. ഇരിക്കും. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതെയോ? ആ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം. ആ കാണിക്കും. അമ്മേ അമ്മേ അമ്മ എന്താ ഇവിടെ? അത് ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിലാ ജോലിയെന്ന്. ഓ അത് ഈ ഹോസ്റ്റലിലാ. കണ്ടോ, ഹോസ്റ്റലിലേക്ക് വരണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടോ ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് കണ്ടോ. ഇവിടുത്തെ വാർഡന് ഒരു വാക്യൂം ക്ലീനർ വേണമായിരുന്നു, ഞാൻ അതുകൊണ്ട് വന്നതാ. അപ്പോ ഇനി അമ്മയെ കാണാൻ ഇവിടെ വന്നാ മതിയല്ലോ. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും മോനെ. അതുമല്ല ജോലി ചെയ്യുന്നവരെ അന്വേഷിച്ച് ആരും വരുന്നത് മാനേജ്മെന്റിന് ഇഷ്ടവുമല്ല. അത് മാത്രമല്ല, നീ വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടേ വരാവൂ. അമ്മേ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.